ഹലോ, വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. സ്ഥിരമായിട്ട് കള്ളുടിയനായിട്ടും പെണ്ണുടിയനായിട്ടും ആഭാസനമായിട്ടൊക്കെയാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ ബലാത്സംഗ നടനാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഭാഗ്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഒരുപാട് ബലാത്സംഗ സിനിമകളിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒഴിഞ്ഞു മാറി. അന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. വയസ്സുകാലത്ത് തോന്നിയപ്പോൾ ആരും ഒക്കെ റോഡ് തരുന്നതുമില്ല. ആ അവസ്ഥ എനിക്കിപ്പോൾ. പിന്നെ ഇതിപ്പോ നിങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സദസ്സായി. നിങ്ങളുടെ വീട്ടിൽ ജോലിക്കെന്ന് പറയപ്പെടുന്ന ജോലി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ജോലി, അല്ലെങ്കിൽ ആശുപത്രികളെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ജോലി എന്നൊക്കെ പറയുന്നത് ഞാൻ പറയും ഏറ്റവും കൂടുതൽ മഹത്തരമായ ജോലികളിൽ പെട്ട ഒന്നാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും സഹകരിക്കുവാനും മറ്റുള്ളവരുടെ തെറ്റുകളോട് ക്ഷമിക്കുവാനുമാണ് ദൈവം നമ്മളെ ജനിപ്പിച്ചിട്ടുള്ളത്. ചിലർ അങ്ങനെയായി പോകുന്നു, ചിലർ ഇങ്ങനെയായി പോകുന്നു. നിങ്ങളുടെ തലവിധി വീട്ടിൽ ജോലിയെടുത്ത് ജീവിക്കാൻ അതൊരു മോശമായ ജോലിയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ജോലിക്ക് ചെയ്യുന്നവരുടെ കണക്കെടുത്താൽ ഒരുപാടുണ്ട്. അതിൽ എൻ്റെ വീട്ടിൽ നിൽക്കത്തില്ല. എന്നെ പേടിച്ചല്ല, എൻ്റെ ഭാര്യയെ പേടിച്ചു. ഭാര്യ ഒരു 4-5 ദിവസത്തെക്കുള്ളിൽ നിർത്തത്തില്ല. അത് ഈ വീട്ടിൽ വരുന്ന സ്ത്രീകളല്ലേ പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഏതോ വിധത്തിൽ മോശക്കാരാണെന്ന് ധരിച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട ഗ്രഹനാഥ വർഗം നമുക്ക് ചുറ്റുമുണ്ട്. പല വീട്ടുകളും അങ്ങനെ പലരും തുറന്നു പറയുന്നതേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ അതിൽ നിന്ന് വിഭിന്നവും പറയാം. 5-6 ദിവസം എനിക്ക് വരുന്നതേ പറയണ്ടേ സാർ, കാര്യമൊക്കെ ശരിയായി ഇവിടുത്തെ സാറുമായിട്ട് കൂടുതൽ അങ്ങാത്തൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ ആള് ശരിയല്ല. ആദ്യമേ ആ ഒരു കണ്ണിൽ കൂടെ എന്നാണ് നോക്കുന്നത്. അപ്പൊ അവർക്കും ഒരു ഭയമാണ്, ഇങ്ങനെ എന്നെ പിടിക്കൂ, പീഡിപ്പിപ്പെടുന്ന വാക്ക് പീഡിപ്പിക്കൂ. ഞാൻ അവരെ പേടിച്ചു കഴിയുന്ന ഒരാളാണ്. പൊതുവെ ഡ്യൂട്ടി ജോലിക്കെല്ലാം പേടിച്ചു കഴിയുന്ന ഒരാളാണ്. അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഓരോരുത്തരുടെ കഥകൾ ഞാൻ കേൾക്കുമ്പോൾ വീട്ടിൽ ജോലിക്ക് കയറി വരുന്നവരുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പിന്നെ ഒരുപാട് ദുഃഖങ്ങളുമായിട്ട് ഗതികേട് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പാത്രം കഴുകുന്നതിന് തുണിയെടുക്കാൻ ഇതൊന്നും എനിക്കറിയാം. ഇപ്പൊ എന്നെ നോക്കുന്ന ഒരു കുട്ടികളുടെ വീട്ടിൽ ജോലിക്കറിയാം. വയസ്സുകാലത്തിന്റെ ഭാര്യയും മകളും ഒക്കെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ ക്യാൻസർ ഉണ്ടായിട്ട് ഒരുപാട് അസുഖങ്ങളിൽ പൊടിപെട്ട് ഞാൻ കഷ്ടപ്പെടുമ്പോൾ എന്നെ നോക്കാൻ വീട്ടിൽ ജോലിക്കുന്ന പേര് പറയുന്ന അവരെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം ഒരു കുട്ടിയെ ഞാൻ ദത്തെടുത്തു. വീട്ടിൽ ജോലിക്കുള്ള ഒരു കുട്ടിയാണ്, തൃശ്ശൂരുകാരിയാണ്. അതിന്റെ കഥ ഞാൻ ഓരോ ദിവസവും കേൾക്കാറുണ്ട്. വേദനിപ്പിക്കുന്ന കഥകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു നോവലാക്കണം. ഞാൻ തുറന്നു പറയാം, ഇവരാരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ കഥ കേട്ട് ഞാൻ നോവൽ, ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു നോവൽ എഴുതി. ഞാനൊരു സാധാരണ എഴുത്തുകാരനാണ്. ഒരുപാട് കൃതികളൊക്കെ ഞാൻ എഴുതിയുള്ള തമാശകളല്ല. പക്ഷെ ഒരു നോവൽ എഴുതണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായത് ഈ കുട്ടിയുടെ കഥകൾ കേട്ടിട്ടാണ്. 3-ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. 5-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. രണ്ടുപേരും അച്ഛനമ്മ ഇഷ്ടപ്പെട്ട ആ കുട്ടിയുടെ 5-ാമത്തെ വയസ്സിൽ കുട്ടിയുടെ ചുമതല ഒരു അമ്മാവനും അച്ഛൻ്റെ പെങ്ങൾ അപ്പച്ചയ്ക്കും അമ്മാവനും ഏറ്റെടുത്തു. 5-ാമത്തെ വയസ്സ് മുതൽ ആ കുട്ടി വീട്ടു ജോലിക്ക് പോകാൻ നിയുക്തിയായി. കുട്ടികളെ എടുപ്പാണ് ആകപ്പാടെ 3 അടി നീളത് ആ കുട്ടിക്ക്. കറുത്തതാണ് കുട്ടി. എൻ്റെ വീട്ടിൽ വന്ന ആർക്കും കാണാൻ ഇപ്പോഴും ഉണ്ട്. ഒരു കറുത്ത സുന്ദരിയാണ്, കറുത്ത മുത്താണെന്ന് ഞാൻ ഇടയ്ക്ക് വിളിക്കും. ആ കുട്ടികളെ എടുത്ത് ഒക്കത്ത് വെച്ച് നടന്ന് അതിപ്പോ മോഹൻലാലിന്റെ സൈഡിൽ കൂടെ നടക്കുന്നത്. ഒരു സൈഡിൽ അതായത് ആ കുട്ടി വളർന്ന് ഒരു വീട്ടിൽ നിന്ന് മറ്റു വീടുകളിലേക്ക്, പ്രായമായപ്പോൾ മറ്റു വീടുകളിലേക്ക് അവിടെയുള്ള പീഡനശ്രമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഓരോ വീടുകളിൽ നിന്നും അനുഭവിച്ച അവസാനം ഇതിനെ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ എടുക്കാം എന്ന് ഉദ്ദേശിച്ച് അതിനെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചു ഈ അപ്പച്ചിയും അമ്മാവനും. അമ്മാവനെന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവൻ ഈ കുട്ടിയെ പ്രായമായപ്പോൾ നോട്ടം വന്നു. നോക്കിക്കോട്ടെ, ചിന്ത നോക്കിക്കോളൂ. ആ കുട്ടിയെ ഒരിക്കൽ കയറി പിടിക്കാൻ നോക്കി അമ്മാവൻ, അപ്പച്ചിയുടെ ഭർത്താവ്. ആ കുട്ടി അവിടെ ഇരുന്നൊരു എട്ടുകത്തി ഒരൊറ്റ വെട്ടുവെച്ചു കൊടുത്തു. കാൽ മുറിഞ്ഞ്, കൈ മുറിഞ്ഞില്ല. യേശു ആരോട് പറയരുത്, ഞാൻ പിടിച്ച കാര്യവും വെട്ടിയ കാര്യവും പറയുന്നു. ആ കുട്ടിയെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് വേറെ റൂമിലേക്ക് അയച്ചു. എൻ്റെ പൊന്നു സഹോദരിമാരെ,
15-ാമത്തെ വയസ്സിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ആ കുട്ടിയെ വിവാഹം കഴിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. കുട്ടിക്ക് അഭിപ്രായമൊന്നും ആരുമില്ല, വേറെ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ രണ്ടുപേരേ ഉള്ളൂ. വേലി തന്നെ വിളവ് നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ കുട്ടി ഒരാളെ കണ്ടു, ചെറുപ്പക്കാരനെ കണ്ടു, ഒന്നും പറഞ്ഞില്ല, നിസ്സംഗയായി നോക്കിയിരുന്നു. കണ്ണു നനഞ്ഞു, താലോലിക്കാനും ആശ്രമിക്കാനും ഒന്നുമില്ല. ആ കുട്ടി വന്ന ആൾക്കാരുടെ 10-22 വയസ്സുണ്ടായി. കുട്ടിക്കാണ്ട് 10-15 വയസ്സുണ്ട്. വിവാഹം ഉറപ്പിച്ചെന്ന് വിവാഹ മണ്ഡപത്തിലേക്ക് അമ്മാവിയും അപ്പച്ചനൊക്കെ പിടിച്ചോണ്ട് വന്നു. പക്ഷെ ഈ കുട്ടി ഞെട്ടിപ്പോയി. വിവാഹവേദിയിൽ ആ കല്യാണ പന്തലിരിക്കുന്ന വേറൊരു പുരുഷനാണ്, മറ്റൊരു പ്രായം ചെന്ന ഒരു പുരുഷനാണ്. അയാളുടെ ചരിത്രം ആ കുട്ടിക്ക് അറിയില്ല. അദ്ദേഹം വിവാഹിതനാണ്. അതിനെ കളഞ്ഞിട്ട് സ്വന്തം കുഞ്ഞമ്മയെ ഇപ്പോൾ വിവാഹം കഴിച്ചില്ല വെച്ചോണ്ടിരിക്കുന്ന ഒരാൾ. അത്ര കണ്ട് വൃത്തികെട്ട ഒരു മനുഷ്യന്റെ തലയിലേക്ക് ഈ കുട്ടിയെ വെച്ചു കൊടുക്കുക. ജീവിക്കുന്ന ആളാ എന്റെ വീട്ടിലുണ്ട്. അവിടുന്ന് ആദ്യ രാത്രിയിൽ വീട് ചെന്നു. വല്ല ഓല വീടൊക്കെയാണ്, ഈ തട്ടാര സമുദായത്തിൽപ്പെട്ട ആൾക്കാർ. ആ ഓല വീട്ടിൽ ഭിത്തികളൊന്നുമില്ല. എന്താണ് ഈ തേങ്ങ ഓലകൾ കൊണ്ട്, തെങ്ങിന്റെ ഓല കൊണ്ട് മറച്ച മുറികളാണ്. രാത്രി 10 മണിയായി, 11 മണിയായി, 12 മണിയായി ഭർത്താവിനെ കാത്തിരിക്കുന്ന ഈ കുട്ടി കേൾക്കുന്നത് അടുത്ത മുറിയിലെ അടക്കി പിടിച്ചുള്ള സംസാരങ്ങൾ, ചിരിയും കളിയും ഒക്കെയാണ്. വിളക്കെ തീർന്നു, ഇരുട്ടും. ഈ കുട്ടി ആ അടുത്ത വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ സ്വന്തം അന്ന് കല്യാണം കഴിച്ചിരുന്ന ഭർത്താവ് സഹോദരന്റെ ഭാര്യയുമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നോക്കിക്കൊണ്ട് എത്ര ഹൃദയം തട്ടുന്ന കാഴ്ചയാണ് ആ കുട്ടിക്ക് അനുഭവം. അന്ന് തീർന്നു അവരുടെ വിവാഹബന്ധം. ഇങ്ങനെയൊക്കെ കുറച്ച് കാലങ്ങൾ പീഡനങ്ങൾ, ആത്മഹത്യാശ്രമങ്ങൾ, കൊലപാതക ശ്രമങ്ങൾ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ കഴിഞ്ഞ അവസാനം എല്ലാം കളഞ്ഞ് ഈ കുട്ടി ഒരു ആശ്രമത്തിൽ അഭയം തേടി. അപ്പോഴത്തേക്ക് 40 വയസ്സ് കഴിഞ്ഞു. ഒരാശ്രമത്തിൽ ഞാൻ ഒരിക്കലൊരു ഇതുപോലെ പരിപാടിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ അവിടെ സ്വാമിജിയോട് പറഞ്ഞു, സ്വാമി, എനിക്കൊരു കുട്ടിയെ ആവശ്യമുണ്ട്. എൻ്റെ വീട്ടിൽ നിൽക്കാൻ മുമ്പ് 1-2 കുട്ടികളും ചില കാരണങ്ങളാൽ അവർ പോയി, കുട്ടിയെ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്വാമിജി പറഞ്ഞു, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഞാനൊരു കുട്ടിയുണ്ട്, സ്വാമിന് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം. ഞാൻ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ ഒരു കറുത്ത രൂപം കണ്ടായിരുന്നു. ആർക്കും സൗന്ദര്യമൊന്നുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ കുട്ടിക്ക് എന്നെ കൊണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ എന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരാഴ്ച നിന്നിട്ട് ഞാൻ പറയും, ആ കുട്ടിയും പറയണം. കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് കൊല്ലം കേട്ടപ്പോഴേ അതിന്റെ മനസ്സാകപ്പാടേക്ക് പോയി. എന്നെ കണ്ടിട്ടുള്ള മറ്റേ വേഷങ്ങളാണ്. നിങ്ങൾ ഈ പറഞ്ഞ ദുഷ്ടനും വില്ലനും വൃത്തികെട്ട രാഷ്ട്രീയക്കാരനും ബലാത്സംഗ വീരനും ഒരു കണ്ടു. അപ്പൊ ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറയും, സാരമില്ല, ഞാൻ പൊക്കോളാം, എനിക്ക് ഇവിടെ നിന്നും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ വീട്ടിൽ ഞാൻ വിളിച്ചുകൊണ്ട് വരികയും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വരികയും ആലോചിച്ചിട്ട് വരണം. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ ദിവസം എനിക്ക് വീണ്ടും വന്നു. അങ്ങനെ ആ കുട്ടി എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. 7 വർഷമായി. അതിൻ്റെ ഓരോ കഥകളും ഞാൻ കേട്ട് എഴുതിയതാണ് ജ്ഞാനപുരാണം എന്ന എൻ്റെ നോവൽ. നിങ്ങളെ പോലുള്ളവർ വായിക്കുന്ന ഒരു ബുക്ക്. ആ കുട്ടി കടന്നു വന്ന വഴികൾ, നിങ്ങളിൽ കടന്നു വന്ന വഴികളിൽ പലതും കാണും. നിങ്ങളുടെ ഓരോരുത്തരെയും കഥകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ ഒരു ഗുണം ഉണ്ടായിരുന്നു. എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടാക്കുന്നു, എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, അതിനെല്ലാം അതിജീവിച്ച് ഒടുവിൽ അവസാനം അത് നല്ല ഒരു സംഘത്തെ ഞാൻ തന്നെ പറയും, നീ നല്ല ഒരു സംഘത്തിലാണ് നീ വന്നിരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. നിന്റെ മരണം വരെ ഞാൻ നിന്നെ നോക്കും, മറിച്ച് നീ എന്നെയും മരണം വരെ നോക്കണം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ധാരണ എത്തി. 8 വർഷമായിട്ട് ലഭിക്കും. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു തുക ബാങ്കിലിട്ടുണ്ട്. എന്റെ വീരകൃത്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്നിൽ ഓരോ കഥകളുണ്ട്, ഓരോ പശ്ചാത്തലങ്ങളുണ്ട്, ഓരോ ദുഃഖങ്ങളുണ്ട്. നിങ്ങളുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിർത്തിയിരിക്കുന്ന നിങ്ങളെ ആശ്രയിച്ച് കൂടെ കൊണ്ടുചേർക്കുവാനും നിങ്ങൾ അർഹമായ ജോലികൾ വാങ്ങിത്തരുവാനും ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ ഗുരുവായൂരപ്പൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. എന്റെ മരക്കാരൻ അനിൽകുമാർ തീർച്ചയായിട്ടും
നിങ്ങളോടുള്ള അനുകമ്പ കൊണ്ടാണ്. അത് ജോലി കിട്ടാൻ സാധ്യമല്ല. ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ ഇവിടെ വരുന്നവരെ ജോലിക്കാരെ വീട്ടിന്റെ വീട്ടിൽ നിന്ന് ജോലിക്കാരും നാട്ടുപ്രദേശത്ത് ഒരു ഗ്രാമപ്രദേശമാക്കുകയാണ്. അവിടെ നിന്ന് വീട്ടിൽ ജോലിക്ക് ആവശ്യമില്ല, കൂട്ടുകുടുംബങ്ങളൊക്കെയാണ്. ഇവിടെ വന്നപ്പോൾ ആദ്യമേ ജോലി എൻ്റെ ഭാര്യയ്ക്ക് ജോലിയായിരുന്നു. തൊട്ട് സ്ഥാപനം റെയിൽവേയിൽ ജോലിയാണ്. ഞങ്ങൾക്ക് ജോലിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടായി. ഞാൻ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വീട്ടു ജോലിക്കാരും പിന്നെ നമ്മുടെ സമൃദ്ധിയുടെ അവിടെ ഒരു മെമ്പർഷിപ്പ് വന്നതാണ്. അത്ര പ്രയാസം. സൂര്യ പശുവാണ് മെമ്പർമാർ ഇഷ്ടപ്പെടാൻ പാടാണ്. പക്ഷെ ഇവിടെ ജോലിക്കാരെ കിട്ടാൻ പാടാണ്. അങ്ങനെ ജോലിക്കാർ ഓരോരുത്തരും നമ്മുടെയൊക്കെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ചെല്ലു എവിടെ നമുക്ക് വേണ്ടപ്പോ. എന്റെ സ്വഭാവം എന്തെന്നറിയാതെ തന്നെ അവർ പറയും വേണ്ട ഇയാൾ ശരിയാവത്തില്ല. ഭാര്യയാൽ ശരിയാവത്തുന്ന കാര്യം എനിക്കറിയാം, പക്ഷെ അത് പറയാൻ പറ്റുമോ? അങ്ങനെ വരും, വന്നു പോകും. പരസ്പരക്കാരുണ്ട്, പല സ്വഭാവക്കാരുണ്ട്, അല്പം മോഷണ സ്വഭാവമുള്ളവരുണ്ട്, അല്പം മറ്റേ താല്പര്യങ്ങളുള്ളവർ പലരുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം സത്യസന്ധമായി ജോലി നോക്കുന്നവരാണ്. ഇതൊരു സേവന മാർഗമാണെന്ന്, ഒരു ഈശ്വരേച്ഛയുടെ ഭാഗമായി മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും നിയുക്തരായിട്ടുള്ളവരുമാണ് നിങ്ങളെന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി അറിയാം. ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചത് മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കുവാനും സഹകരിക്കുവാനും മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുവാനുമാണ് നമ്മൾ ഈശ്വരൻ പറയുന്നത്. എന്നാൽ മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളത് വ്രതമായെടുത്ത് ഏറെക്കുറെ സത്യസന്ധമായിട്ട് പോകുന്ന നിങ്ങൾക്കൊരു ആശ്രയകേന്ദ്രമായി ഈ അസോസിയേഷൻ നിൽക്കുമ്പോൾ അമരക്കാരനായ ശ്രീ അനിൽകുമാർ ചെയ്ത ഈ പുണ്യകർമ്മങ്ങൾക്ക് എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഒരുപാട് കഥകൾ പറയാറുണ്ട്. പക്ഷേ അതിന് വലിയ ഇപ്പം ഞാൻ ഒരുപാട് സമയം ഗോകുമാർ വല്ലതും പ്രസംഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഗോകുമാറിനെ എൻ്റെ പ്രസംഗം കേട്ടാണ് വിളിക്കേണ്ടിയിരുന്നത്. പക്ഷെ ആ കുട്ടിക്ക് ഉദ്ഘാടനം എന്തെന്ന് ആശംസ എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അത് ആദ്യമേ ഉദ്ഘാടനം ചെയ്ത് പ്രസവിക്കുന്നതിന് ശേഷം ഡോക്ടറെ വിളിക്കുന്നതിന് ശേഷം എന്നെ വിളിച്ച് കുഴപ്പമില്ല. അതുകൊണ്ടായിരിക്കും ഗോകുമാർ കുറച്ച് സംസാരിച്ച്, അല്ലെങ്കിൽ എല്ലാ വർഷവും വരുന്നതുകൊണ്ടാകും. അതിന് വളരെ വളരെ സന്തോഷം നിങ്ങളുടെ കാണുമ്പോഴും. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് വിഷമം. നിങ്ങൾ ചെയ്യുന്നൊരു മഹത്തായ സേവനമാണ്. ആണിന് ആള് വേണ്ടേ? ഇന്ന് ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിക്ക് ആശുപത്രിയിൽ കിടന്നു. ഈ തൈക്കാട് ആശുപത്രിയിൽ കൂടെ നിൽക്കാൻ ഒരാളിനെ വേണം. അപ്പൊ ആ കുട്ടിക്ക് ഒരു വിഷമം, എന്നെ നോക്കാൻ ആളും. ഞാനിതുപോലുള്ള രോഗികൾക്ക് കൂട്ടിരുന്നാണ്ട് എന്നെ നോക്കാൻ ഞാൻ വിഷമിക്കണ്ട. ഒരാളെ വിളിച്ചു, ശമ്പളം കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. 1500 ചോദിക്കും, പറ്റേ സാറായതുകൊണ്ട് 1000 തന്നാൽ മതി. ഞാൻ കണക്കൂട്ടി 1000 രൂപയോ ഒരു മാസം 30,000 രൂപ കിട്ടിയ കൊള്ളാമല്ലോ. എനിക്ക് പോലും ഇത്ര രക്തമില്ലായിരുന്നു, പെൻഷനില്ലായിരുന്നു. 1500 ചോദിച്ചാൽ 1000 രൂപ. ഏതായാലും നിങ്ങൾ ഈശ്വര തുല്യരാണെന്ന് തന്നെ ഞാൻ പറയും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയവരാണ്. നിങ്ങൾ കിട്ടുന്ന ജോലിയെക്കുറിച്ച് ഒരു അപകർഷതാബോധവും ഒരു കുറ്റബോധം ഒന്നും തോന്നരുത്. നിങ്ങൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി, അവിടെ ചെയ്യുന്ന ജോലി ആത്മാർത്ഥപരമായിരിക്കണം, സുതാര്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അത് ഈശ്വരൻ നിങ്ങളോടുണ്ടാവും. ഈശ്വരനെ ഇപ്പൊ നമ്മളെ കാണിക്കാതെ ചില കള്ളത്തരങ്ങൾ കാണിച്ചാൽ ഈശ്വരൻ അത് കാണും. ഈശ്വരന് കാണത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യാവൂ. ഈശ്വരൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ ഭാവിക്കെല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാവരുടെയും മനസ്സിൽ ഒരു തുളസി കതിർ സമ്മാനിച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്തേ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും സർവൈശ്വര്യങ്ങൾ നേർന്നു. പ്രത്യേകിച്ച് എന്നെ വിളിച്ച് ചെയ്യാനുകുമാരൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ട്. ഗുരുവായൂരപ്പൻ എല്ലാ മാസവും അദ്ദേഹം ഗുരുവായൂരപ്പൻ ഞാൻ കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് എന്നെ കൂടെ മാസം തോറും കൊണ്ടുപോകണം. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഇനി ഒരുപക്ഷെ ഗോപകർണത്തോടൊപ്പം എന്നെ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ നന്മകളും ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാ മനസ്സിലുള്ള ആഗ്രഹം സഫലീകൃതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ആത്മാർത്ഥമായി വളർത്തിക്കൊണ്ടുവരും. കാര്യം ഈ സ്ഥാപനം ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സ്ഥാപനം കൂടിയാണെന്നുള്ള തോന്നലോടുകൂടി അനിൽകുമാറിന്റെ കരങ്ങൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് അനിൽകുമാറിനോടൊപ്പം നമുക്കെല്ലാം ഒരുമിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.